പിന്നെ അബുദാബിയിലാണെങ്കിൽ ഗോൾഡൻ ചാൻസ് ഉണ്ട്. അതായത് ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് പാർക്കിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബ്രോ പറഞ്ഞു ലിൻഡുറോണി എമിറേറ്റ്സിന്റെ മോശം പറഞ്ഞ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ആൻ അവർ ആണ്. ഒരു ക്ലാസ്സിന് 80 dirhams. യുകെയിൽ നിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവിടെ കുറച്ച് അടിപൊളിയായിട്ട് താമസിക്കണമെങ്കിൽ ഒരു മാസം എത്ര രൂപ ശമ്പളം വേണം? ദുബായിയുടെ മെഡിക്കൽ സിസ്റ്റം അത്ര അടിപൊളിയാണോ? ഹായ് ഫ്രണ്ട്സ്, അബീസിയുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ദുബായ് എപ്പിസോഡ് 3 ആണ്. അപ്പം നമ്മൾ ദുബായിലെ ഡ്രൈവിങ്ങിനെ പറ്റി ജസ്റ്റ് നമ്മുടെ മായൻ ദുബായിൽ 8 വർഷമായിട്ടുണ്ട്. വന്ന കാലം പോലെ വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ശരിക്കും ദുബായ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്ന ഒരു സംഭവം ദുബായ് ഫൈൻസിനെ പറ്റിയാണ്. ഈ ദുബായിൽ എത്രത്തോളം ഫൈനുകളുണ്ട്? ഫൈൻ നമുക്ക് മെയിനായിട്ടേ നമുക്ക് ഓവർ സ്പീഡാണ്. എല്ലാവരും ഇത്രയും നല്ല റോഡുള്ളപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സ്പീഡിൽ പോകും നമ്മൾ. അപ്പോൾ കൂടുതൽ നമുക്ക് സ്പീഡിലാണ് കിട്ടണത് എല്ലാവർക്കും. പിന്നെ ഓരോന്നിനും ലൈൻ ചേഞ്ചിനും ഉണ്ട്, അതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നതിന് അതിനുള്ള. അതുപോലെ ആക്സിഡൻസ് ഉണ്ടാകുമ്പോൾ നമ്മളവിടെ നിർത്തി അതിൽ വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി നോക്കുന്നു. അപ്പോൾ ബാക്കിൽ വന്നവർക്ക് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് പോലീസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് റെഡ് നെക്ക് ഫൈൻ എന്ന് പറഞ്ഞൊരു ഫൈൻ ഉണ്ട്. സോ അപ്പോൾ അങ്ങനെ കുറച്ച് ഫൈൻസ് ആണ് ഉള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു അവർ ഫൈൻ വാങ്ങുന്നുണ്ടെങ്കിൽ പോലും അത് റെഡ് ക്രസന്റ് എന്നും പറഞ്ഞൊരു ഇവർക്ക് ചാരിറ്റി ഉണ്ട്, അതിലേക്കാണ് എത്രയോ പെർസെന്റേജ് പോകുന്നത് അല്ലേ? അതെ അതെ. മായൻ ഇത്രയും നാളും വണ്ടി ഓടിച്ചിട്ട് മായൻ എത്ര ഫൈൻ കിട്ടിയിട്ടുണ്ടോ ഇവിടെ? ഫൈന് എനിക്ക് ന്യായമായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ അവറേജ് കൂട്ടി 8 വർഷം കൊണ്ട് സാലറിയുടെ എത്ര പെർസെന്റ്? എന്നാലും ഒരു 1 ലക്ഷം രൂപയുടെ അടുത്ത് ഫൈൻ പോയിട്ടുണ്ടോ? ഓ, അതിന്റെ മേളിലൊക്കെ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒറ്റയടിക്ക് ഒരു 1700 ദിർഹംസോളം ഫൈൻ കിട്ടി. അത് നോ എൻട്രിയിൽ അറിയാണ്ട് കയറിയിട്ട്. 1700 ദിർഹംസ് ഒറ്റയടിക്ക്. അതായത് 1000 ദിർഹംസ് നോ എൻട്രി, പിന്നെ 700 ദിർഹംസ് നമുക്ക് കിട്ടുന്ന എങ്ങനെയാ വെച്ചാല് 700 ദിർഹംസ് വണ്ടി ഇൻബൗണ്ട് ചെയ്യണം 7 ദിവസത്തേക്ക്. അതായത് വണ്ടി ഇൻബൗണ്ട് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ 700 ദിർഹംസ് കൊടുക്കണം. പെർ ഡേ 100 ദിർഹംസ് വെച്ചാണ്. അപ്പൊ നമുക്ക് കമ്പനി വണ്ടി കാരണം ആ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. മീൻസ് കമ്പനി ഒരിക്കലും വണ്ടി ഇൻബൗണ്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല 7 ദിവസത്തേക്ക്. അങ്ങനെ പിന്നെ ഇവര് EMI പ്ലാനൊക്കെ തരും നമുക്ക്. പിന്നെ ഇവര് ഫൈൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഇവരുടെ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കണ്ടറിയാം. അത്രയ്ക്കും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റോഡ്, ലൈറ്റുകള്, സിഗ്നലുകള് എല്ലാം A to Z. നമുക്ക് എന്തുണ്ടെങ്കിലും അവര് അതിനനുസരിച്ച് നമുക്ക് എപ്പോഴും ഒരു മോശം റോഡായിട്ട് തോന്നും. കുറച്ച് ബ്ലോക്ക് ഉണ്ട് ഇവിടെ, പക്ഷെ എങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇപ്പൊ ദുബായില് പുതിയതായിട്ട് വന്ന ആൾക്ക് നമുക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വിസിറ്റിൽ വന്ന ആൾക്ക് നമുക്ക് നാട്ടിൽ മറ്റേതുണ്ടല്ലോ ഇന്റർനാഷണൽ പെർമിറ്റ്, IDP വെച്ചിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു 1 year വരെ എന്ത് ഓടിക്കാന്ന് ഇങ്ങനെ പറയുന്നതൊക്കെ ഉണ്ട്. അങ്ങനെയാണ് എന്റെ ഫ്രണ്ടൊക്കെ വന്നിട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും വണ്ടി ആയിരിക്കണം, അതല്ലെങ്കിൽ നമ്മൾ റെന്റിന് നമ്മുടെ പേരിൽ തന്നെ ഇവിടെ റെന്റിന് വണ്ടി കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓടിക്കാൻ പറ്റും അല്ലേ? ഓക്കെ. ഇപ്പം ഞങ്ങൾ UK എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വണ്ടി ഉണ്ട്, എൻ്റെ വണ്ടി ബ്രോന് ഓടിക്കാൻ പറ്റില്ല. എന്നാ വെച്ചാൽ ബ്രോന് അതിൽ ഇൻഷുറൻസ് വേണം. ഇപ്പം ദുബായിൽ നിങ്ങൾക്ക് അങ്ങനെ വണ്ടി മാറി ഓടിക്കാൻ പറ്റുമോ? ദുബായിൽ ഓടിക്കും. ഇപ്പൊ എനിക്ക് എന്റെ ബ്രദറോ ആരെങ്കിലും വന്നിട്ട് എന്റെ വണ്ടി ഓടിക്കും, എന്റെ പേരിലുള്ള വണ്ടി ഓടിക്കാം. സ്വാഭാവികമായിട്ട് എന്റെ കമ്പനി വണ്ടിയാണ് ഇത്. എനിക്ക് കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിലുള്ളവർക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. കമ്പനി വണ്ടി കമ്പനി എന്നവർക്കാണ് ഓടിക്കാൻ പറ്റുള്ളത്. അതേസമയം ബ്രോയുടെ ഓൺ വണ്ടിയാണെങ്കിൽ എനിക്ക് ആ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അത് നമ്മള് ബ്ലഡ് റിലേഷൻ എന്റെ സ്വന്തം ബ്രദർ ആണെങ്കിൽ ഓടിക്കാൻ പറ്റും, അല്ലാണ്ടുള്ളവർക്ക് ഓടിക്കാൻ പറ്റില്ല. അല്ലാത്തവർക്ക് നാട്ടിൽ നിന്ന് IDP എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ റെന്റിന് വണ്ടി കിട്ടും. അയാളുടെ പേരിൽ തന്നെ റെന്റിന് വണ്ടി എടുത്ത് ഇൻഷുറൻസ് എടുത്ത് ഓടിക്കാൻ പറ്റും. അതെ. ഇതിപ്പോ ഭയങ്കര ക്ലൗഡിയാ. മീൻസ് ക്ലൗഡി എന്ന് പറഞ്ഞാൽ ഈ ഡസ്റ്റ് പൊടിക്കാറ്റാണ്. നല്ല വ്യക്തമായിട്ട് ഇങ്ങനെ കാണാം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ബുർജ് ഖലീഫ. ഇപ്പൊ ആ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കണില്ലേ? ഇനി അത് ഇപ്പം ഈ ഇൻഷുറൻസുകാർ വരുമോ? ഇല്ല, അത് ആക്സിഡന്റ് ആണെങ്കിൽ നമ്മള് പോലീസിനെ വിളിക്കണം. പോലീസിനെ വിളിക്കണ്ട, നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ദുബായ് പോലീസിന്. അതായത് ഇപ്പൊ ഞാൻ വേറൊരാളെ പോയി ഇടിക്കുവാണ്, അപ്പൊ അയാളുടെ ബാക്കിലാണ് ഞാൻ അടിച്ചെങ്കിൽ ഫോൾട്ട് ചെയ്യാനാണ്. അപ്പൊ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ജസ്റ്റ് ആപ്ലിക്കേഷനിൽ നമ്മള് എന്ത് ചെയ്യണം, ഞാൻ ഫോൾട്ട് ചെയ്യാന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവര് ഓക്കെ പറഞ്ഞാൽ 500 ദിർഹംസ് എനിക്ക് ഫൈൻ വരും. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പോലീസ് വിളിക്കും, നിങ്ങൾ അങ്ങോട്ടും ഓക്കെ ആണോ നോക്കും. അപ്പൊ തന്നെ പോലീസ് റിപ്പോർട്ട് അവർ അയച്ചു തരും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഏത് ഇൻഷുറൻസ് ആണോ ആ ഇൻഷുറൻസിന് ഇങ്ങനെ വർക്ക്ഷോപ്സ് ഉണ്ടാവും. ആ വർക്ക്ഷോപ്സിൽ കൊണ്ടുവരുത്ത 2 ദിവസം കൊണ്ടൊക്കെ വണ്ടി നമുക്ക് പണി വലിയ ഇഷ്യൂസ് ഇല്ലെങ്കിൽ അപ്പൊ തന്നെ അവർ പണിത് തരും. 2 days ഒക്കെ മതി മാക്സിമം. ഈ നമ്മൾ ഈ ഇൻഷുറൻസ് പറഞ്ഞല്ലോ, അത് നമ്മൾ മന്ത്ലി പേയ്മെന്റ് ആണോ ഇയർലി പേയ്മെന്റ് ആണോ? അല്ല, ഇവിടെ വണ്ടി നമുക്ക് ഇയർലി റിന്യൂവൽ ഉണ്ട്. എല്ലാ ഇയറിലും പാസിംഗ് എന്നും പറഞ്ഞ പരിപാടി ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഇൻഷുറൻസും വണ്ടിയുടെ മുൽക്കിയാന്നാണ് പറയുന്നത്, RC ബുക്കിന്. അങ്ങനെ അത് നമ്മൾ റിന്യൂ ചെയ്യണം. ആ സമയത്ത് ഇൻഷുറൻസ് എടുത്താൽ മാത്രമാണ് നമുക്ക് മുൽക്കി റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇയർലി പേയ്മെന്റ് ആണ്. അല്ലേ? അതില്ലാണ്ട് വെളിയിലിറങ്ങിയാൽ നമുക്ക് വലിയ ഫൈൻ കിട്ടും. ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും. പിന്നെ ഇവിടെ റോഡ് ടാക്സ് ഉണ്ടോ നമുക്ക് മന്ത്ലി?
ഇല്ല ടാക്സ് ഒന്നുമില്ല. ടാക്സ് റിലേറ്റഡ് ഒന്നുമില്ല. ഇല്ല 5% വാറ്റ് ഉണ്ട്. അത് ഏതൊക്കെ കാറ്റഗറി ആണെന്ന് എനിക്ക് അത് എല്ലാത്തിലും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രീതി എനിക്ക് അറിയത്തില്ല, വണ്ടിക്ക് അത് എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നോ. പക്ഷെ നമുക്കെല്ലാം കൊണ്ടും ഇവര് നമുക്ക് ഫേവറാണ്. ദുബായ് ഫേവറാണ് എല്ലാം കൊണ്ടും നമുക്കൂടെ. അതെ ഞാനിപ്പോ ഇവിടെ വന്നേ പിന്നെയാണ് മറ്റു 2-3 കൺട്രി എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ എല്ലാം കൊണ്ടും മച്ച് ബെറ്റർ ഉപരി തന്നെയാണ്. ദുബായ് ആണ് എല്ലാം നമുക്ക് ഇവിടെ തരുന്നുണ്ട് ഇവര്, എല്ലാം അടിപൊളിയാണ്. ഇപ്പൊ മാനിവിടെ വന്നപ്പം ലൈസൻസ് എടുത്തപ്പോ ഫസ്റ്റ് ചെയ്ത കാര്യം എന്താണ്? എന്തോ ഫയൽ ഓപ്പൺ ചെയ്യണം അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. അതെ ഞാൻ വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് ഇവിടെ എന്തായാലും റെസിഡൻസ് വിസ വേണം ലൈസൻസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ. വിസിറ്റിൽ വന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പറ്റൂല. ഞാൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് അപ്രൂവൽ വേണം, NOC വേണം. അതായത് കമ്പനി നോ ഒബ്ജെക്ഷൻ തന്നെ, ലൈസൻസ് എടുക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള ഒരു പേപ്പർ ഉണ്ട്. ഇപ്പൊ റെസിഡൻസ് ഉണ്ടെങ്കിൽ ആർക്ക് കൊടുക്കാം, അന്ന് റെസിഡൻസും വേണം, അതുപോലെ കമ്പനിയുടെ അപ്രൂവൽ വേണം. ആദ്യം നമ്മൾ ആ അപ്രൂവലായിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നിട്ട് ഫയൽ ഓപ്പൺ ചെയ്യണം. അതിന് അന്ന് എനിക്ക് ഇപ്പോഴും റേറ്റ് ഒക്കെ 1200 ദിർഹംസ് എന്നാണ് ദുബായ് ലൈസൻസ് കിട്ടും. അതിനുശേഷം 5 പാർക്കിംഗ് ഉണ്ട്. മീൻസ് അത് കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് ആണ്, മറ്റേ ലേണേഴ്സ് ആണ്. ലേണേഴ്സ് കഴിഞ്ഞിട്ട് അതിനുശേഷം ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ തന്നെ ഒരു ടെസ്റ്റ് എടുക്കും, അസസ്മെന്റ് എന്ന് പറയും. അതിൻ്റെ അകത്ത് എങ്ങനെയാ വെച്ചാൽ നോർമൽ RTA ടെസ്റ്റ് പോലെ തന്നെ 5 പാർക്കിംഗ് ഉണ്ടാവും, പിന്നെ റോഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് പാസ്സായാൽ മാത്രമേ നമ്മൾ RTA-യിലേക്ക് വിടുള്ളൂ. മീൻസ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ആള് വന്ന് നമ്മുടെ ചെയ്യില്ലേ, മീൻസ് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടി, മീൻസ് ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം 5 പാർക്കിംഗ് എന്ന് പറഞ്ഞ സെൻസറാണ്. അത് പാരലല്, 90 ഡിഗ്രി, ഗ്യാരേജ്, സ്പീഡ് ബ്രേക്കിംഗ്, പിന്നെ ബ്രിഡ്ജില്ലേ നമ്മുടെ ഹാഫ് ക്ലച്ച് അങ്ങനെ ചെയ്യണം. അതൊക്കെ സെൻസറാണ്. ഓക്കെ, സെൻസർ മീൻസ് ഒരാള് മോണിറ്റർ ചെയ്യാനുണ്ടാവില്ല അല്ലെ? മോണിറ്റർ അതിന്റെ ഉള്ളിൽ ഒരാളിരിക്കണ്ടാവും, പക്ഷെ എല്ലാം സെൻസറിലാണ് പാർക്കിംഗ് പോണത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സെൻസർ റീഡ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ഫെയിൽ ആയി പോകും അല്ലേ? ഓക്കെ. പിന്നെ ഈ തിയറി എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ്? ടഫ് ആണോ, ഈസി ആണോ? ഈസിയാണ്. നമുക്ക് അതിന് അവർ ക്ലാസ് തരുന്നുണ്ട്. നമുക്കൊരു ആപ്ലിക്കേഷനിൽ ഒരു കുറെ വീഡിയോസ് ഉണ്ടാവും, നമുക്ക് അതിൽ തന്നെ കുറെ ട്രൈ ചെയ്യാം. അവർ നമുക്കൊരു ആപ്ലിക്കേഷനിൽ കുറെ വീഡിയോസ് കാണാൻ തരും. ആ വീഡിയോസിൽ എല്ലാ നിയമങ്ങളും ഇങ്ങനെ അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുള്ളൂ. അപ്പൊ അത് നമുക്ക് കണ്ട് പഠിച്ച് നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. മായം പറഞ്ഞ പോലെ തന്നെയാണ്, ഏകദേശം UK-യിലെ സെയിം ആണ്. പിന്നെ നമുക്ക് അവിടെ 45 മിനിറ്റ് റോഡ് ഡ്രൈവ് ഉണ്ട്. അതായത് നമ്മുടെ ടെസ്റ്റ് ദിവസം വണ്ടി എടുത്തിട്ട് ഇൻസ്പെക്ടർ പറയും, അവിടെ ഇൻസ്പെക്ടർ എക്സാമിനർ എന്നാ പറയണം, എക്സാമിനർ പറയും വണ്ടി ഓടിച്ചോളാൻ പറയും. ഇപ്പം നമുക്ക് ഈ ദുബായ് ടു അല്ലെങ്കിൽ ഷാർജയിലോട്ട് ഒരു 45 മിനിറ്റ്, ആ 45 മിനിറ്റിൽ നമുക്ക് മൈനർ എന്ന് പറഞ്ഞ് 12 സംതിങ് തെറ്റാക്കാം. പക്ഷെ മേജർ ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മൾ ഫെയിലാ. ഇവിടെ അങ്ങനെയുണ്ടോ? ഇവിടെ റോഡ് ടെസ്റ്റ് ഉണ്ട്. ഈ പാർക്കിംഗ് നമ്മൾ പാസ്സായതിനു ശേഷം ആണ് ഇത് വരുന്നത്, റോഡ് ടെസ്റ്റ് വരുന്നത്. അത് നമ്മൾ വണ്ടി ഓടിക്കണം, കാണിച്ചു കൊടുക്കണം. അത് എന്തോരം നേരം ഓടിക്കണം? മാക്സിമം ഒരു 10 മിനിറ്റ്. അത് ഡിപ്പെൻസ് ആണ്, അവർക്ക് പോലെയാണ്. നമ്മുടെ വണ്ടിയിലൊരു ബാക്കിലൊരു 2-3 പേരുണ്ടാവും, പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മളുണ്ടാവും, പിന്നെ സൈഡിലൊരു ഇവിടുത്തെ ലോക്കലായിരിക്കും, RTA-യിൽ വർക്ക് ചെയ്യുന്ന അറബി തന്നെയായിരിക്കും എക്സാമിനർ. അവര് പറയും റൈറ്റ് പോട്ടെ ലെഫ്റ്റ് പോട്ടെ എവിടെ നിർത്താം. അപ്പൊ ചിലപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിർത്താൻ പറ്റാത്ത, ബസ് സ്റ്റോപ്പിൽ നമ്മൾ നിർത്തേണ്ട എപ്പോഴും ഫ്രണ്ടിൽ കയറ്റിയാണ്. അപ്പൊ ചില സ്ഥലത്ത് നോ പാർക്കിങ്ങിൽ നിർത്താൻ പറയും. അതൊക്കെ മേജർ ഫെയിലാണ്. മേജർ ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോകും. മൈനർ ഈ പറയും പോലെ നമുക്ക് ഒരു എത്രയോ കറക്റ്റ് എനിക്ക് അറിയത്തില്ല, മറന്നുപോയി കുറേ. അപ്പൊ മൈനറിൽ എത്രയോ കുഴപ്പമില്ല ഈ പറയും പോലെ. ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് UK-യിൽ ഏകദേശം 12 മൈനർ ആയ പ്രശ്നമില്ല, അതിന് മോളിൽ പോയാൽ ഫെയിലാ. പക്ഷെ മേജർ ഒറ്റ ഈ പറഞ്ഞ പോലെ തന്നെ അത് നിർത്താൻ പറ്റാത്തവർക്ക് അവർ നിർത്താൻ പറയും. അത് നമ്മളിന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യണതാണത്. അവിടെ നമ്മൾ നിർത്തി അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഫെയിലാണ്. പക്ഷെ UK-യിൽ കമ്പൽസറി ആയിട്ട് 45 മിനിറ്റ് ഓടിച്ചേ പറ്റൂ. ഇവിടെ അങ്ങനെ ഒരു ടൈമിംഗ് ഇല്ല. ഓക്കെ ആണെന്ന് തോന്നിയ സ്പോട്ടിൽ നമുക്ക് പാസ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ലൈസൻസും അപ്പൊ തന്നെ തരുവാണ്. മീൻസ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് പ്രിന്റ് എടുത്ത് കാർഡിൽ തരുവാണ്. നമുക്ക് അതിന് ഡിലേ ഒന്നുമില്ല. അപ്പൊ അന്നോട്ട് നമുക്ക് വണ്ടി ഓടിച്ചു തുടങ്ങാം. ഓക്കെ. ഇപ്പൊ പുതിയതായിട്ട് വന്ന ഒരാൾ ലൈസൻസിന്റെ എല്ലാം പരിപാടിയും കഴിഞ്ഞ് ലൈസൻസ് കയ്യിൽ വരുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഇന്ത്യൻ മണി എത്ര രൂപ നമുക്ക് പൊട്ടും? ഇപ്പൊ ദുബായില് ഫസ്റ്റ് ടെസ്റ്റിലെല്ലാം കിട്ടുവാണെങ്കിൽ 3000-നൊക്കെ ചെയ്യുന്ന ഡ്രൈവിംഗ് സ്കൂളുണ്ട്. ഇപ്പൊ ഞാൻ എടുത്ത ഡ്രൈവിംഗ് സ്കൂൾ അതായിരുന്നു. ഫസ്റ്റിൽ എനിക്കെല്ലാം കിട്ടിയിട്ടില്ല. പക്ഷെ ഫസ്റ്റ് കിട്ടണത് 3000-ന് നമുക്ക് ലൈസൻസ് കിട്ടണവരെ ഉള്ള ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. പിന്നെ അബുദാബിയിലാണെങ്കിൽ ഗോൾഡൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് പാർക്കിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2500 ദിർഹംസ് ഉള്ളൂ. നമുക്ക് ആ ഒരു റേഞ്ച് കിട്ടും. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പൈസ വേണം. മീൻസ് വണ്ടി ഓടിച്ച് പഠിക്കണമെങ്കിൽ
പക്ഷെ അതില്ലെങ്കിൽ 2500 ദിർഹംസിന് നമുക്ക് ലൈസൻസ് കിട്ടും. ഓക്കെ, ഒരു ഡൗട്ട്. ഇപ്പം ഈ വണ്ടി ഓടിച്ച് പഠിക്കണമെന്ന് പറഞ്ഞല്ലോ, നമുക്കത് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് തന്നെ പോയി ചേരാൻ പറ്റുമോ? അത് നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യുവാണോ? അവർ ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലാണ്. അവർക്ക് അതിനുള്ള കാറും അവരുടെ ഒരു മെയിൻ ഇൻകം അതൊക്കെ തന്നെയാണ്. ഈ ക്ലാസ്സിൽ എടുക്കുന്ന പൈസയും നമുക്ക് പഠിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും. അവിടെ തന്നെ പല നാഷണാലിറ്റീസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് മലയാളികളെ വേണമെങ്കിൽ എടുക്കാം. അവരൊക്കെ ഒഴിവുകളുണ്ട്. അപ്പൊ അവരെ നോക്കിക്കുമ്പോൾ നമുക്ക് ടൈം ഗ്യാപ്പും വരും. നമുക്ക് ആവശ്യമുള്ളവരെ എടുക്കാൻ വേണ്ടി അവര് ഫ്രീ ആവണം. ഇപ്പൊ ഒരു സ്കൂളിൽ എൽപി ഒരു 2-3 പേരുള്ളെങ്കിൽ ഒരു സ്കൂളിലായിട്ട് എൽപി ഒരു മാസം 500-600 പേരായിരിക്കും ലൈസൻസ് എടുക്കാൻ വരുന്നത്. അതിനനുസരിച്ച് ടൈം ഗ്യാപ്പിൽ നമുക്ക്. ഓക്കെ, ഇപ്പൊ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് 1 hour ക്ലാസ് എടുക്കുന്നതിന് നമുക്ക് എത്ര രൂപ? ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ½ an hour ആണ്. ഒരു ക്ലാസ്സിന് 80 dirhams വരും. 80 dirhams അല്ലേ? UK-ല് ഈ കാണുന്ന കണ്ടിട്ട് നമ്മുടെ ദുബായ് ഫ്രെയിം. ഈ ദുബായ് ഫ്രെയിമിന്റെ ഇങ്ങോട്ട് പോകുമ്പോൾ ഓൾഡ് ദുബായും അങ്ങോട്ട് പോകുമ്പോൾ ന്യൂ ദുബായും. അത് ആ ഫ്രെയിമിൽ നിന്ന് നോക്കിയാലല്ലേ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അതെ അതെ, ഫ്രെയിമിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ശരിക്കും മാറ്റം അറിയാൻ പറ്റും. നിങ്ങൾ ആ ഫ്രെയിമിൽ നിന്ന് നോക്കിയിട്ടുണ്ടോ? ഞങ്ങളെല്ലാരും കയറിയേക്കണേല് 50 dirhams ഉള്ളൂ. അല്ല, അതിന്റെ മുകളിലോട്ട് കയറണോ? അതിന്റെ ലിഫ്റ്റ് ആണ്. 2 സൈഡിൽ ലിഫ്റ്റ് ഉണ്ട്. ഒരു സൈഡിൽ കയറാനുള്ള, അപ്പുറ സൈഡിൽ ഇറങ്ങാൻ. ലിഫ്റ്റ് അല്ലേ? മുകളിൽ വന്നിട്ട് ആള് കയറി നിക്കൂലേ? അടിയിൽ ഗ്ലാസ്. അതിന്റെ അടിയിൽ ഗ്ലാസ് ഒക്കെ ഉണ്ടോ? അതിന്റെ അടിയിൽ ഗ്ലാസ്. പക്ഷെ ഈ വെയിലത്ത് ഓപ്പൺ ആണോ? അത് ഫുൾ ടൈം ഓപ്പൺ. ഇവിടെ ഒന്നും അവധിയില്ല. ഈ ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ അകത്ത് കയറാൻ പറ്റുമോ നമുക്ക്? അകത്ത് കുറച്ച് പേരെ ഫ്രീ ആ. പിന്നെ അതിന് മേളിലോട്ട് ഉള്ളിലോട്ടൊക്കെ ഇറങ്ങി പൈസ കൊടുക്കണം. പുറത്ത് നമുക്ക് അതിന്റെ അകത്ത് ഒരു റോബോട്ടിക്കിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് കാണാൻ പറ്റും. ഒരു പട്ടിയെ കൂങ്ങനെ ഓടി കിടക്കുമ്പോൾ റോബോട്ട് ഓടി കിടക്കുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ. ഏതാ ആ ഉണ്ടേ കയറാൻ പറ്റുന്നല്ലേ പറയണ? റൗണ്ടിൽ കയറാം. അത് ഇത്ര കണ്ട് ഫ്ലോർ അത്. അതല്ലേ നമുക്ക് ഇങ്ങനെ ദൂരത്ത് കാണുമ്പോ ചെറുതായിട്ട് തോന്നണല്ലേ? ആൾക്കാർ കയറി കിടക്കണ്ട നടുക്ക്. ഇനി ഈ ഒരു വ്യൂ ആണ് എല്ലാ സിനിമയിലൊക്കെ കാണിക്കുന്നത്. ഈ ഒരു അതിനകത്ത് ആളുകൾ നിക്കണ്ടോ? അത് ഇനി വരാൻ പോണ ദുബായ് അങ്ങനെ വരൂലേ? ഈ ഒരു വിഷ്വലാണ് എല്ലാത്തിലും. നിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവിടെ കുറച്ച് അടിപൊളിയായിട്ട് ഒരു താമസിക്കണമെങ്കിൽ ഒരു മാസം എത്ര രൂപ ശമ്പളം വേണം? ഇവിടെ 1200 ദിർഹംസിന് പണിയെടുക്കുന്നവരും ജീവിക്കുന്നുണ്ട്. 50,000 ദിർഹംസിന് പണിയെടുക്കുന്നത്. ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് ഇവിടെ ഏത് രീതിയിലും ജീവിക്കാം. അങ്ങനെ ഇപ്പൊ ഞങ്ങളിപ്പോ UK-ലാണല്ലോ. നമ്മൾക്ക് ഇവിടെ വരുമ്പോഴാണെങ്കിലും ഇപ്പൊ ഒരു അത്യാവശ്യം ഇപ്പൊ നിങ്ങൾ എടുത്തേണ ഒരു 2 റൂം, ഒരു ബാത്റൂം, ഒരു കിച്ചൺ, ഏകദേശം 3000 pound റെന്റ് വരും. അങ്ങനെ 3000 dirhams. അങ്ങനെയൊക്കെ താമസിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്ര രൂപ ശമ്പളം കിട്ടണം ഇവിടെ ഒരു ഫാമിലി ആയിട്ട് നിൽക്കണമെങ്കിൽ? ഫാമിലി ആയിട്ട് നിൽക്കണമെങ്കിൽ ഒരു സ്കൂള് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 10,000 ദിർഹംസെങ്കിലും വേണം. ഫാമിലി ആയിട്ട് നിന്ന് കുട്ടികളെയൊക്കെ ഒരു കൊച്ചിനായാലും പഠിപ്പിക്കാൻ ഒരു 10,000 ദിർഹംസൊക്കെ എന്തായാലും ഉണ്ടെങ്കിലാണ് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകും. ചുമ്മാ നമ്മളിവിടെ ജീവിച്ചു പോണേലും കാര്യമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു സേവിങ്സ് ഒക്കെ വെച്ച് നമുക്ക് പോണെങ്കിൽ ഒരു 10,000 ദിർഹംസ് ഒക്കെ വേണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ദുബായിയുടെ മെഡിക്കൽ സിസ്റ്റം അത്ര അടിപൊളിയാണോ? അതെ അതെ, 100%. ഞാൻ ആ ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. നമുക്കൊന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടെ നമുക്ക് വേൾഡ് വൈഡില് എനിക്ക് നോക്കുവാണെങ്കിൽ ദുബായാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മള് ഇപ്പൊ ദുബായിൽ ഇരുന്നോണ്ട് ദുബായിനെ പൊക്കി പറയോ? അല്ല, അത് നിങ്ങളിവിടെ വന്ന എക്സ്പീരിയൻസ് മനസ്സിലാവും. ഇൻഷുറൻസ് ഓക്കെയാണ്. ഇൻഷുറൻസ് ഇല്ലാണ്ട് ഒരു വിസിറ്റിൽ വന്നൊരാള് ചികിത്സ ചെയ്യണമെങ്കിൽ ആയ കുറച്ച് പൈസ എക്സ്പെൻസ് ആണ്. കാരണം 100 ദിർഹംസ് ബില്ല് ചാർജ് ചെയ്യണമെങ്കിൽ ഇൻഷുറൻസ് അതായത് ഇപ്പൊ ഒരു നെബുലൈസ് നമ്മൾ ചെയ്യണമെങ്കിൽ 100 ദിർഹംസ് ആണ് അതിന്റെ ചാർജ്. അപ്പൊ നമുക്ക് ഇൻഷുറൻസ് ഉള്ള തന്നെ അതൊരു 10 ദിർഹംസിൽ തീരും. അത്രയും ഡിഫറൻസ് ആണ്. ഇൻഷുറൻസ് നമുക്ക് എപ്പോഴും വേണം. വിസ അടിക്കണമെങ്കിൽ ഇവിടെ നിർബന്ധമാണ് ഇൻഷുറൻസ്. ഇപ്പൊ എനിക്കിവിടെ ദുബായിൽ നിർബന്ധമില്ലാന്ന് തോന്നുന്നു. ബാക്കിയുള്ള എമിറേറ്റിലൊക്കെ നിർബന്ധമാണ്. ദുബായ് ഇപ്പൊ നിയമം മാറ്റിയിട്ട്. ഇപ്പൊ സത്യം പറഞ്ഞപ്പോ UK-ലുള്ളവര് തന്നെ UK-നെ മോശപ്പെടുത്തി പറയാറുണ്ട്. പക്ഷെ ഞാൻ ദുബായിൽ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ദുബായിലുള്ളവരാരും ദുബായിനെ പറ്റി ഒരു നെഗറ്റീവും പറയണില്ല. നെഗറ്റീവ് എല്ലാവർക്കും ദുബായ് എന്ന് പറയുന്നത് കാശുണ്ടാക്കുന്ന ഒരു മരം അല്ലെങ്കിൽ മരുഭൂമി നിറച്ചും കാശാന്നാ പറയണത്. അതെന്താ അങ്ങനെ പറയണ എല്ലാവരും? കാശ് തന്നെയല്ല, നമുക്കിവിടെ എൻജോയ്മെന്റ് ഉണ്ട്. കാരണം നമുക്ക് ഒരിക്കലും മടുക്കില്ല. ഓരോ ദിവസം ഓരോന്ന് പുതിയത് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. എന്ത് കാര്യത്തിലും ഒരു എന്റർടൈൻമെന്റ് ആയാലും എന്തായാലും നമുക്ക് ഓരോ ദിവസം പുതിയതാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ ഒരു റോഡ് ഇന്നിപ്പോ ഒരു ചെറിയൊരു ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ വരുമ്പോൾ അത് പുതിയൊരു റോഡാണ്, പുതിയ എക്സിറ്റ് ആയിരിക്കും, പുതിയൊരു വഴി അവർ ഉണ്ടാക്കി വെച്ചേക്കും. അത് പെട്ടെന്ന് തന്നെ അവർക്ക് പെട്ടെന്ന് അപ്ഡേഷൻസ് ആണ്. അതുകൊണ്ട് ഒരിക്കലും മടുക്കുന്നില്ല തന്നെ. പിന്നെ നമ്മൾ ആവശ്യമില്ലാണ്ട് ഇവർക്ക് ഇവിടെ വയലൻസ് ഉണ്ടാക്കരുത് നമ്മൾ. സോ നമുക്ക് എല്ലാ ഫ്രീഡവും തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട ആരുടെയും മേത്തേക്ക് നമ്മൾ കയറാൻ പോലും അവരും നമ്മുടെ മേത്തേക്ക് ആരും നമ്മുടെ കാര്യം അന്വേഷിക്കത്തില്ല. നമ്മളൊരു 3 മണിക്ക് വന്നോ 2 മണിക്ക് വന്നോ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഒരു കമ്പനിയുടെ സൈഡിൽ നിന്നാലും
ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യാം, അത് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ എപ്പോഴും വേണമെങ്കിലും നമുക്ക് നാട്ടിൽ പോവാം. ഇപ്പൊ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല എംപ്ലോയീസിന്റെ. നമുക്കിപ്പോ ഒരു എനിക്ക് 300-350 റംസിനൊക്കെ ടിക്കറ്റ് ഓഫീസ് പെട്ടെന്ന് എത്തിപ്പെടാം. എല്ലാം കൊണ്ട് ഇപ്പൊ എല്ലാം ഉണ്ട്. ഇപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ തോന്നിയില്ല എന്താ ഇവിടെ കിട്ടാത്ത. പക്ഷെ ദുബായിൽ ഇപ്പൊ ഞാനിപ്പോ നിങ്ങളാണെങ്കിലും ഞാനിപ്പോ 10-20 പേരെ കണ്ടു ഇത്രയും ദിവസം കൊണ്ട്. പക്ഷെ ആരും ദുബായ് അത്ര ഒരു മോശമാണെന്ന് ആരും ഒരാളും ദുബായിനെ വാക്കുകൊണ്ട് മോശപ്പെടുത്തി പറയണില്ല. അപ്പൊ തന്നെ ബ്രോ പറഞ്ഞു ലിൻഡുറോണി എമിറേറ്റ്സിന്റെ മോശം പറഞ്ഞ. പക്ഷെ ശരിക്കും നിങ്ങളുടെയൊക്കെ ഒരു ബ്ലഡിൽ ഈ എമിറേറ്റ്സിന്റെ ഒരു ഇത് കയറിയെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, നമുക്കതൊരു അഹങ്കാരം എന്ന് പറയാൻ എല്ലാവർക്കും ഉണ്ട്. ഇവര് ബാക്കിലിരിക്കുന്നവർക്കൊക്കെ അറിയാം. ആ കാര്യം ഞാൻ ഒരാളുടെ നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ടുള്ളൂ. പലർക്കും പല എക്സ്പീരിയൻസ് ആലോ. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന എമിറേറ്റ്സിൽ ഏറ്റവും പ്രീമിയം സർവീസ് ഞാൻ കയറിയത് എമിറേറ്റ്സ് ആണ്. ഞാൻ കയറിയേക്കുന്ന ഫ്ലൈറ്റിൽ. പിന്നെ ഈ ദുബായ് മണ്ണിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പണി എടുത്താൽ പൈസ ഉണ്ടാക്കാം. അത് തന്നെ. അതുപോലെ തന്നെ നമുക്ക് തീർക്കുകയും ചെയ്യാം കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പറയില്ല, ഒരു എത്ര രൂപ ആണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ തീർക്കാം. പൈസ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ്. പല പുതിയ ഓപ്പർച്യൂണിറ്റികൾ, പുതിയ കാര്യങ്ങൾ പഠിക്കാം. ഇപ്പൊ തന്നെ തന്നെ എനിക്ക് തോന്നുന്നു എന്തോ റെക്കോർഡൊക്കെ ഉണ്ട്. എന്തോ അങ്ങനെ എന്തോ റെക്കോർഡൊക്കെ വരാൻ പോകുന്നുണ്ട്. ഭയങ്കര എല്ലാത്തിലും ഒരു പുതുമ വേണം. എന്തിനും വേൾഡ് റെക്കോർഡ്, ആ ഒരു വേൾഡ് സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന ആൾക്കാരാണ് ഇവര്. മുനാസ് ബാക്കിലിരിക്കുന്നവന്റെ അടുത്ത് ചോദിച്ചത്, നീ എന്തെങ്കിലും പറയടാ.